ഇസ്രായേലിനെതിരായി ലോകമെമ്പാടുമുള്ള മുസ്ലിം രാജ്യങ്ങളെല്ലാം ഒരുമിച്ച് ഒരു ആർമി രൂപീകരിച്ചാൽ എങ്ങനെയിരിക്കും? അതേപ്പറ്റിയാണ് ഇപ്പോൾ തുർക്കിഷ് പ്രസിഡന്റ് എർദുവാൻ വളരെ നിർണായകമായ ഒരു പ്രസ്താവന നടത്തിയിരിക്കുന്നത്. മുസ്ലിം മജോറിറ്റി രാജ്യങ്ങളിലെ ജനങ്ങളുടെ എല്ലാം ഒരു പൊതുവികാരത്തെ കണക്കിലെടുത്ത് എഗെയിൻ ഗവൺമെന്റ്സിന്റെ കാര്യമല്ല ഇവിടെ പറയുന്നത്. കാരണം ഇതേപ്പറ്റി വേറൊരു രാജ്യങ്ങളുടെയും ഒഫീഷ്യലായിട്ടുള്ള പ്രതികരണം ഇതുവരെ അറിഞ്ഞിട്ടില്ല. ലോകമെമ്പാടുമുള്ള മുസ്ലിം രാജ്യങ്ങളെ എല്ലാം ഒരുമിച്ച് കൂട്ടി ഇസ്രായേലിനെതിരായി ഇസ്ലാമിക് അലയൻസ് എന്ന ഒരു മിലിറ്ററി ഗ്രൂപ്പിന് രൂപം കൊടുക്കുക എന്നതിനെപ്പറ്റി. അങ്ങനെ സംഭവിച്ചാൽ നമ്മുടെ ലോകത്തിനുണ്ടാകാൻ പോകുന്ന ജിയോ പൊളിറ്റിക്കൽ ഇമ്പാക്റ്റിനെ പറ്റി നാം പറയുകയാണെങ്കിൽ ഈ ഐഡിയ എങ്ങാനും മെറ്റീരിയലൈസ്ഡ് ആയി ഇസ്ലാമിക് രാജ്യങ്ങളെല്ലാം ഒരുമിച്ച് കൂടി ഒരു ഇസ്ലാമിക് മിലിറ്ററി അലയൻസ് രൂപം കൊടുക്കുകയാണെങ്കിൽ ഞാൻ പറയട്ടെ, കഴിഞ്ഞ 50 വർഷത്തിനുള്ളിലെ ഏറ്റവും വലിയൊരു ജിയോ പൊളിറ്റിക്കൽ ഡെവലപ്മെന്റ് ആയിരിക്കും ഇത്. ദിസ് വിൽ ചേഞ്ച് എവറിത്തിങ്. തുർക്കിഷ് പ്രസിഡന്റായ എർദുവാൻ ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്ന പ്രസ്താവനയിൽ സൂചിപ്പിച്ച ഒരു പ്രധാന കാര്യം എന്തെന്നാൽ, ഇസ്രായേൽ ഇപ്പോൾ ഗാസയിൽ നടത്തുന്നത്, അതായത് ഒരുപക്ഷെ ചിലരൊക്കെ ഇതിനെ എതിർത്തേക്കാം, നിങ്ങളിപ്പോൾ ആരുടെ പക്ഷത്താണ് എങ്കിൽ പോലും ഇസ്രായേൽ അറിഞ്ഞോ അറിയാതെയോ ഇവർ കാരണം ഗാസയിൽ നിരവധി സിവിലിയൻസ് കൊല്ലപ്പെട്ടിട്ടുണ്ട്. അവിടെ നിന്നും പുറത്തു വരുന്ന പല ദൃശ്യങ്ങളും ചങ്ക് തകർക്കുന്നതാണ്. ഇതിനെയെല്ലാം കൃത്യമായി വീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ലോകമെമ്പാടുമുള്ള മുസ്ലിം രാജ്യങ്ങൾ ഇപ്പോൾ ചിന്തിക്കുകയാണ്, ഇന്ന് ഗാസയിൽ സംഭവിക്കുന്നത് നാളെ നമുക്കൊപ്പം വേണമെങ്കിലും സംഭവിച്ചേക്കാം. ചെറിയൊരു പ്രകോപനം പോലും ടോളറേറ്റ് ചെയ്യാത്ത ഒരു രാജ്യമാണ് ഇസ്രായേൽ. ആക്രമിക്കുന്നതിനെ പറ്റി ചിന്തിക്കുന്നതിന് മുമ്പേ പ്രത്യാക്രമണം നടത്തുന്ന പ്രകൃതക്കാർ. അഥവാ നാളെ ഒരു ദിവസം ഇതുപോലെ നമുക്കാർക്കെങ്കിലും എതിരായി ഇസ്രായേൽ യുദ്ധത്തിന് പടകൂട്ടി വരികയാണ് എങ്കിൽ ആരാണ് നമ്മുടെ സഹായത്തിനുണ്ടാകുക എന്ന്. കൂട്ടത്തിൽ പേരിന് പോലും ഇസ്രായേലുമായി മുട്ടിനിൽക്കുവാനുള്ള മിലിറ്ററി പവർ ഉള്ള ഒരു രാജ്യം പോലുമില്ല. മാത്രമല്ല അറബ് രാജ്യങ്ങളെല്ലാം കൂടി പണ്ട് പണിപ്പെട്ടിട്ട് പോലും അതിന് സാധിച്ചിട്ടില്ല എന്നതിനും ചരിത്രം സാക്ഷിയാണ്. അതിനാൽ ഇസ്രായേലിനെ പ്രതിരോധിക്കണമെങ്കിൽ ഒരു സ്ട്രോങ് മിലിറ്ററിയെ രൂപീകരിക്കേണ്ടത് തങ്ങളുടെ നിലനിൽപ്പിനെ തന്നെ ബാധിക്കുന്ന ഒരു കാര്യമാണ് എന്ന് ഇവർ ഇപ്പോൾ മനസ്സിലാക്കിയിരിക്കുകയാണ്. അതേസമയം മറുഭാഗത്ത് ഇസ്രായേലിനെ സഹായിക്കുവാൻ USA ഉണ്ട്. യൂറോപ്പിലെ നിരവധി പേരുകേട്ട വെസ്റ്റേൺ രാജ്യങ്ങളും ഉണ്ടാവും. നിലവിൽ UK, സ്പെയിൻ, ഇറ്റലി മുതലായ ചില രാജ്യങ്ങൾ ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്യുന്നതിനോട് ഞങ്ങൾ യോജിക്കുന്നില്ല, ഇനി മുതൽ ഇസ്രായേലിന് ആയുധങ്ങൾ നൽകുകയില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. എങ്കിലും ഭൂരിഭാഗം വരുന്ന പശ്ചിമ രാജ്യങ്ങൾ ഇപ്പോഴും ഓപ്പണായി ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്യുന്നവരാണ്. ഇതിനെ കൃത്യമായി അറിയാവുന്ന എർദുവാൻ ഇസ്ലാമിക് കൺട്രീസിലും മുസ്ലിം മജോറിറ്റി നേഷൻസിലുമുള്ള ആളുകളുടെ വികാരത്തെ, ഉള്ളിലെ ആ ഭയത്തെ മനസ്സിലാക്കിക്കൊണ്ട് ഇപ്പോൾ പറയുകയാണ്, ഇസ്രായേൽ ഇവിടം കൊണ്ടൊന്നും നിൽക്കാൻ പോകുന്നില്ല എന്ന്. ഇസ്രായേൽ തങ്ങളുടെ രാജ്യത്തിന്റെ എക്സ്പാൻഷനെ ഗാസയിൽ മാത്രം ഒതുക്കി നിർത്തുമെന്ന് ആരും കരുതേണ്ട എന്ന്. എർദുവാൻ ഈ പറഞ്ഞ കാര്യം യാഥാർത്ഥ്യമാണോ? ഇസ്രായേലിന്റെ പക്കൽ ഇത്തരത്തിലൊരു പദ്ധതിയുണ്ടോ? തീർച്ചയായും ഉണ്ട്. ഇതിന്റെ സൂചനകൾ മുൻ US പ്രസിഡന്റായ, നിലവിൽ അടുത്ത US പ്രസിഡന്റ് ആകുവാൻ ഏറ്റവും സാധ്യതകളുള്ള ഡൊണാൾഡ് ട്രംപും ഇക്കഴിഞ്ഞ മാസം വളരെ ഓപ്പണായി തന്നെ പറഞ്ഞിട്ടുണ്ട് ഒരു ഗ്രേറ്റർ ഇസ്രായേൽ എന്ന ആശയത്തെപ്പറ്റി. പതിറ്റാണ്ടുകളായിട്ടുള്ള സിയോണിസത്തിന്റെ കോർ പില്ലർ ഒരു ഗ്രേറ്റർ ഇസ്രായേൽ എന്ന ആശയത്തെപ്പറ്റി. മഹാനദിയായ ഈജിപ്തിലെ നൈൽ മുതൽ യൂഫ്രട്ടീസിന്റെ തീരങ്ങൾ വരെ നീണ്ടുകിടക്കുന്ന ഇന്നത്തെ ലെബനൻ, സിറിയ, തുർക്കി, ഇറാഖ്, ഈജിപ്ത്, സൗദി അറേബ്യ മുതലായ രാജ്യങ്ങൾ ഉൾപ്പെടുന്ന ഗ്രേറ്റർ ഇസ്രായേൽ എന്ന കൺസെപ്റ്റിനെ പറ്റി നിങ്ങൾക്ക് കൂടുതൽ അറിയുവാൻ താല്പര്യമുണ്ടെങ്കിൽ താഴെ കമന്റ് സെക്ഷനിൽ അറിയിക്കുക. ഇസ്രായേലിന്റെ ഇത്തരത്തിലുള്ള വിസ്താരവാദ ആശയത്തെ ട്രംപ് പോലുള്ളൊരു നേതാവും പരസ്യമായി തന്നെ സപ്പോർട്ട് ചെയ്യുന്നു എന്നതാണ് ഇന്നത്തെ യാഥാർത്ഥ്യം. നോർത്തേൺ അറ്റ്ലാന്റിക് ട്രീറ്റി ഓർഗനൈസേഷൻ നാറ്റോയൊക്കെ പോലെ ലോകമെമ്പാടുമുള്ള ശക്തരായ മുസ്ലിം രാജ്യങ്ങളെ എല്ലാം ഒരുമിച്ച് കൂട്ടി ഒരു ഇസ്ലാമിക് മിലിറ്ററി അലയൻസിന് രൂപം കൊടുക്കുകയാണെങ്കിൽ അത് എത്രമാത്രം ശക്തമായ ഒരു ഗ്രൂപ്പ് ആയിരിക്കുമെന്ന് നമുക്ക് നോക്കാം. ഇതിൽ ഏറ്റവും നിർണായകമാകാൻ പോകുന്നത് തീർച്ചയായും ചില പ്രത്യേക രാജ്യങ്ങളുടെ പങ്കാളിത്തമായിരിക്കും. അതായത് ഗ്ലോബൽ ഫയർ പവർ ഇൻഡെക്സിൽ ഏറ്റവും ശക്തമായ മിലിറ്ററിയുള്ള മുസ്ലിം രാജ്യങ്ങളെ നോക്കുകയാണെങ്കിൽ ഇതിൽ ആദ്യ 10ൽ തന്നെ വരുന്ന രാജ്യങ്ങളെ നമുക്ക് കാണാം. ടർക്കിയും പാകിസ്ഥാനും ഇതിൽ 8ഉം 9ഉം സ്ഥാനങ്ങളിൽ. ആദ്യമായി പാകിസ്ഥാന്റെ കാര്യം എടുക്കുകയാണെങ്കിൽ പാകിസ്ഥാൻ ബാക്കി രാജ്യങ്ങളുടെ അതിർത്തി സംരക്ഷിക്കുവാനും യുദ്ധം ചെയ്യുവാനും ഒക്കെ വേണ്ടി തങ്ങളുടെ ഒരു വലിയ മിലിറ്ററി കണ്ടിജന്റിനെ ഓൾ ദ വേ മിഡിൽ ഈസ്റ്റിലേക്ക് വിടുമെന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ? പാകിസ്ഥാൻ മിലിറ്ററിയുടെ വലിയൊരു ഭാഗം ഇത്തരത്തിൽ വേറൊരു രാജ്യത്തിന്റെ പ്രശ്നങ്ങളെ സോൾവ് ചെയ്യുവാൻ വേണ്ടി പോകുന്ന സമയം ഇന്ത്യയുടെ മുന്നിൽ പാകിസ്ഥാൻ മുൻപത്തെ അപേക്ഷിച്ച് വലിയൊരു വീക്ക് ഫോഴ്സ് ആയിരിക്കും. വേണമെങ്കിൽ ആ അവസരം മുതലാക്കി ഇന്ത്യക്ക് തീവ്രവാദത്തിന്റെ വിളനിലമായ പാകിസ്ഥാന്റെ ഉള്ളിൽ കയറി വളരെയധികം നാശനഷ്ടങ്ങൾ വരുത്തുവാനും സാധിക്കും. മാത്രമല്ല പാകിസ്ഥാന്റെ നിലവിലെ സാമ്പത്തികമായ പരിമിതാവസ്ഥയും ഇന്ത്യ മാത്രമല്ല ബാക്കി അഫ്ഗാനിസ്ഥാനും ഇറാനും ഒക്കെ ആയിട്ടുള്ള അതിർത്തി പ്രശ്നങ്ങളും ബലൂചിസ്ഥാൻ പോലുള്ള ഇന്റേണൽ കോൺഫ്ലിക്ട്സും എല്ലാം കണക്കിലെടുത്ത് നോക്കുമ്പോൾ സ്വന്തം പ്രശ്നങ്ങളെ മാനേജ് ചെയ്യുവാൻ തന്നെ പാകിസ്ഥാന്റെ മിലിറ്ററി നിലവിൽ അപര്യാപ്തമാണ്. ആയതിനാൽ പാകിസ്ഥാൻ ഇതിൽ ഭാഗമാകുവാനുള്ള സാധ്യതകൾ പ്രാക്ടിക്കലി നോക്കിയാൽ വളരെ കുറവാണ്. എന്നാൽ ഇസ്രായേൽ എന്ന രാജ്യത്തിന്റെ എക്സിസ്റ്റൻസിനെ പോലും ഇതുവരെ അംഗീകരിക്കാത്ത പാകിസ്ഥാൻ വിവേകം വികാരത്തിന് വഴിമാറി ചിലപ്പോൾ ഇതിനൊക്കെ വേണ്ടി മുന്നിൽ തന്നെ ചാടിപ്പുറപ്പെടുവാനും സാധ്യതയുണ്ട്. ഈ സംഘടനയെ ലീഡ് ചെയ്യേണ്ടത്, സംഘടനയുടെ പ്രധാന ഉത്തരവാദിത്വം എന്നത് പട്ടികയിൽ പാകിസ്ഥാൻ
പാകിസ്ഥാനേക്കാൾ അല്പം മുന്നിൽ നിൽക്കുന്ന ടർക്കിയുടെ മേലായിരിക്കും. ടർക്കി മുന്നോട്ട് വെച്ച ആശയത്തെ നേതൃത്വം കൊടുത്ത് മുന്നോട്ട് കൊണ്ടുപോകേണ്ട ഉത്തരവാദിത്വവും ടർക്കിയുടെ തന്നെ ആയിരിക്കും. പിന്നെ താഴേക്ക് നോക്കിയാൽ നമുക്ക് കാണാം അടുത്തത് ഇന്തോനേഷ്യയെ. ഇന്തോനേഷ്യ ഇവിടുത്തെ സൗത്ത് ഈസ്റ്റ് ഏഷ്യയിലെ പ്രശ്നങ്ങളെല്ലാം വിട്ട് അവിടുത്തെ മിഡിൽ ഈസ്റ്റിലെ പ്രശ്നങ്ങളിൽ തലയിടുവാനായി പോകുമെന്ന് തീർത്തും കരുതുന്നില്ല. താഴേക്ക് പിന്നെയും വരുമ്പോൾ നമുക്ക് കാണാം ഇറാനെ. ആരൊക്കെ ഇവിടെ പങ്കെടുത്തില്ല എങ്കിലും ഇറാൻ ഇതിൽ തീർച്ചയായും ഭാഗമായിരിക്കും. പിന്നീട് വരുന്നത് ഈജിപ്റ്റ് ആണ്. നിലവിൽ ഈജിപ്റ്റ് എന്ന രാജ്യം കംപ്ലീറ്റ്ലി യുടെ സ്വാധീനത്തിലാണിപ്പോൾ. ഭരണത്തിലിരിക്കുന്ന സർക്കാർ എന്നതും തീർത്തും ഒരു പ്രോ US ഗവൺമെന്റ് ആണ്. ഒരു വലിയ ഭരണ അട്ടിമറി അങ്ങനെ എന്തെങ്കിലും ഉണ്ടാകാത്ത പക്ഷം ഇവരും ഇസ്രായേലിനെതിരായി നിൽക്കുവാനുള്ള സാധ്യതയേ ഇല്ല. താഴേക്ക് പിന്നെ ഇനിയും കണ്ണോടിച്ചാൽ സൗദി അറേബ്യ, അൾജീരിയ പോലുള്ള രാജ്യങ്ങളെയും കാണാം. സൗദി അറേബ്യയുടെ കാര്യമെടുത്താൽ സൗദി അറേബ്യ എന്നത് നിലവിൽ കംപ്ലീറ്റ്ലി ഡിഫൻസ് പ്രൊട്ടക്ഷനായി പൂർണ്ണമായും USA ആശ്രയിച്ചിരിക്കുന്ന ഒരു രാജ്യമാണ്. ഇത്തരത്തിൽ വീണ്ടും താഴേക്ക് മുഴുവൻ കണക്കുകളെയും വിലയിരുത്തി വരുമ്പോൾ 50-55 വരുന്ന മുസ്ലിം മജോറിറ്റി കൺട്രികളിൽ ടോപ്പ് ഓഫ് ദ ലൈൻ ഡിഫൻസ് പവേഴ്സിനെ നോക്കിയാൽ അവിടെ ടർക്കിയും പാകിസ്ഥാനും ഇറാനെയും കൂടാതെ വേറെ കാര്യമായ രാജ്യങ്ങളെ ഒന്നും കാണാൻ കഴിയില്ല. അപ്പോൾ നാം എന്താണ് പറയുന്നത്? ഇത് ഒരിക്കലും സാധ്യമാകാത്ത ഒരു പദ്ധതിയാണ് എന്നാണോ? ഒരിക്കലുമല്ല. വേണമെങ്കിൽ ഞാൻ വീണ്ടും ആവർത്തിച്ചു പറയാം, എർദുവാൻ പറഞ്ഞതിനെ ഒരിക്കലും നിസ്സാരമായി കണക്കാക്കരുത് എന്ന്. കാരണം ഈ കൺസെപ്റ്റ് റിയാലിറ്റിയിൽ കൺവേർട്ട് ആകുവാനുള്ള സാധ്യതകൾ വളരെയധികമാണ്. ഇസ്ലാമിക് രാജ്യങ്ങളുടെ കാര്യം എടുത്തു കഴിഞ്ഞാൽ പല ആശയങ്ങളിലും ഇവരുടെ ഇന്റേണൽ യൂണിറ്റി എന്നത് മറ്റേത് സംഘടനകളെ അപേക്ഷിച്ചും വളരെയധികമാണ്. പിന്നോട്ട് നാം അല്പം കണ്ണോടിക്കുകയാണെങ്കിൽ 2015 ഇസ്ലാമിക് മിലിറ്ററി കൗണ്ടർ ടെററിസം കൊളേഷൻ എന്ന പേരിലുള്ള ഒരു മിലിറ്ററി അലയൻസിന് 42 മുസ്ലിം രാജ്യങ്ങളുടെ പങ്കാളിത്തത്തോടെ രൂപം കൊടുത്തിരുന്നു. അതും ഒരു മിലിറ്ററി അലയൻസ് തന്നെയാണ്. ഇത്തരത്തിലുള്ള ഒരു മിലിറ്ററി അലയൻസിന് 2015 രൂപം കൊടുക്കാമെങ്കിൽ ഇപ്പോൾ ഇത് തീർത്തും ഇമ്പോസിബിൾ ആയ ഒരു കാര്യമാണ് എന്ന് പറയാൻ സാധിക്കില്ല. അതുകൊണ്ട് തന്നെ ഇന്നത്തെ പരിസ്ഥിതിയിൽ ഇത് തീർത്തും അസാധ്യമായ കാര്യമേ അല്ല. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇത് എപ്പോഴാണ് പ്രാക്ടിക്കലി പോസിബിൾ ആകുവാനുള്ള സാധ്യതയുള്ളത്? ഇസ്ലാമിക് മിലിറ്ററി അലയൻസ് എന്ന ഗ്രൂപ്പ് എപ്പോൾ പ്രാവർത്തികമാകുമെന്ന് ചോദിക്കുകയാണെങ്കിൽ സാധ്യതകൾ ഏറ്റവും കൂടുതലുള്ളത് വരാൻ പോകുന്ന US ഇലക്ഷനിൽ ട്രംപ് വിജയിക്കുകയും അതിനുശേഷം ഇസ്രായേൽ ഗാസയ്ക്കൊപ്പം വെസ്റ്റ് ബാങ്കിലും അയൽ രാജ്യങ്ങളായ ലെബനൻ, ജോർദാൻ, സിറിയയിലേക്കും തങ്ങളുടെ അഗ്രഷൻ പൂർവാധികം ശക്തിയോടെ തുറന്നുകൊണ്ടും ഇരിക്കുകയാണ് എങ്കിൽ ട്രംപ് ഗവൺമെന്റ് ഇതിനെയെല്ലാം അകമഴിഞ്ഞ് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യുന്ന ഒരു സാഹചര്യത്തിൽ എർദുവാൻ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് ഇസ്ലാമിക് മിലിറ്ററി അലയൻസ് എന്ന ഒരു കൺസെപ്റ്റ് 100% യാഥാർത്ഥ്യമായിരിക്കും. അതുകൊണ്ട് തന്നെ ഇത് വരും ദിവസങ്ങളിൽ എന്നും വാർത്തകളിൽ നിറയുവാൻ പോകുന്ന ഒരു സബ്ജക്റ്റ് ആണ്. അങ്ങനെയാണെങ്കിൽ ഇത് നമ്മുടെ ഭാരതത്തെ, ഇന്ത്യയെ ബാധിക്കുമോ എന്ന് ചോദിക്കുകയാണെങ്കിൽ ഞാൻ പറയാം, അഥവാ ഇത്തരത്തിൽ ഒരു മിലിറ്ററി അലയൻസ് ഉണ്ടാകുകയാണെങ്കിൽ തീർച്ചയായും നമ്മുടെ ഭാരതത്തെയും നല്ല രീതിയിൽ തന്നെ ഇത് ബാധിക്കും. എങ്ങനെയെന്നാൽ അയൽരാജ്യമായ പാകിസ്ഥാൻ ഇതിലെ ഒരു അംഗമാണെങ്കിൽ ഇത്തരത്തിലുള്ള എല്ലാ മിലിറ്ററി സംഘടനകളുടെയും ഒരു ബേസിക് കൺസെപ്റ്റായ ഒരു സഖ്യകക്ഷി ആക്രമിക്കപ്പെട്ടാൽ അത് എല്ലാ സഖ്യകക്ഷികളെയും ആക്രമിച്ചതിന് തുല്യമാണ് എന്ന ആശയത്തിന്റെ അടിസ്ഥാനത്തിൽ നാളെ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു മിലിറ്ററി കോൺഫ്ലിക്റ്റ് ഉണ്ടാകുകയാണ് എങ്കിൽ ഈ രാജ്യങ്ങളെല്ലാം ഇന്ത്യക്കെതിരായി തിരിയുവാനും ഇന്ത്യ അവരെയും ആക്രമിച്ചതായി കണക്കാക്കുവാനും ഇടയാകും. മാത്രമല്ല അയൽരാജ്യമായ ബംഗ്ലാദേശും ഇപ്പോൾ ചില പ്രോ പാകിസ്ഥാൻ എക്സ്ട്രീമിസ്റ്റുകളുടെ കയ്യിലായതിനാൽ ഇവരും ഈ സംഘടനയിലെ ഒരു ഭാഗമാകുവാനും അവസാനം എന്തെങ്കിലും പ്രശ്നമുണ്ടായാൽ ഇന്ത്യക്ക് ഒന്നിനു പകരം 2 ഫ്രണ്ട് വാറിനെയും നേരിടേണ്ടി വന്നേക്കാം. ബംഗ്ലാദേശിന് ഇന്ത്യക്കെതിരെ കാര്യമായ ഭീഷണിയൊന്നും ഉയർത്തുവാൻ കഴിയില്ല എങ്കിലും ബാക്കി രാജ്യങ്ങൾക്ക് നമുക്കെതിരായി നീക്കങ്ങൾ നടത്തുവാൻ ഒരു സ്ട്രാറ്റജിക് ലൊക്കേഷൻ പ്രൊവൈഡ് ചെയ്യാൻ ബംഗ്ലാദേശിന് തീർച്ചയായും കഴിയും. അതുകൊണ്ട് തന്നെ ഞാൻ വീണ്ടും പറയാം, ഇത് പ്രാവർത്തികമാകുകയാണ് എങ്കിൽ കഴിഞ്ഞ 5 പതിറ്റാണ്ടിലെ ഏറ്റവും വലിയൊരു ജിയോ പൊളിറ്റിക്കൽ ഇവന്റ് ആയിരിക്കും ഇത് എന്ന്. ഇതേപ്പറ്റിയുള്ള അപ്ഡേറ്റുകൾ നമുക്ക് വരും ദിവസങ്ങളിൽ തീർച്ചയായും പ്രതീക്ഷിക്കാം. അത്തരത്തിൽ ഏതെങ്കിലും ഒരു പ്രധാനപ്പെട്ട ഡെവലപ്മെന്റ്സ് ഉണ്ടാകുകയാണെങ്കിൽ ഞാൻ വീണ്ടും വരാം പുതിയൊരു വീഡിയോയുമായി. ഇത്തരത്തിലുള്ള ജിയോ പൊളിറ്റിക്കൽ ആൻഡ് ഇന്റർനാഷണൽ ഇൻഫർമേറ്റീവ് വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയും കാണും വരേക്കും ഏവർക്കും ജയ് ഹിന്ദ്.